ഭയമാണോ കോൺഗ്രസിന് സംഘപരിവാർ അജണ്ടയെ? അതുകൊണ്ടാണോ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഞാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. പക്ഷേ ആ സമരത്തിൽ കോൺഗ്രസ് വിട്ടുനിന്നു. എന്താണ് കോൺഗ്രസ് വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം? സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസും UDFും കൈകോർത്തുകൊണ്ടാണ് പ്രതിഷേധിക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ മാത്രം, അതായത് മതപരമായ അഥവാ വിശ്വാസപരമായ വിഷയങ്ങളിൽ എപ്പോഴും കോൺഗ്രസിന് ഇരട്ടത്താപ്പ്? പാർലമെന്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ലീഗ് MP മാരായ ET മുഹമ്മദ് ബഷീറും AP അബ്ദുൾ സമദ് സമദാനിയും നവാസ് ഗനിയുമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുക, 1991 ആരാധനാലയ സംരക്ഷണ നിയമം പരിരക്ഷിക്കുക, മസ്ജിദുകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉയർത്തിയായിരുന്നു ധർണ. ബാബരി മസ്ജിദ് കേസിനെ തുടർന്ന് കൂടുതൽ ആരാധനാലയങ്ങളിലേക്ക് തർക്കം വ്യാപിപ്പിക്കരുതെന്ന് രാജ്യവ്യാപകമായി ആവശ്യം ഉയർന്ന ഘട്ടത്തിൽ 1991 തന്നെ നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്നതാണ് ആരാധനാലയ സംരക്ഷണ നിയമം. ഈ നിയമത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നടന്ന സമരത്തിൽ നിന്നുമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഒറ്റ കോൺഗ്രസ് MP പോലും ലീഗിനോട് സഹകരിക്കാൻ തയ്യാറാകാഞ്ഞത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയാണ്. കോൺഗ്രസ് MP മാർ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP മാരിൽ ഒരാൾ പോലും പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കാരണം ഇതേ വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണ് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം കോൺഗ്രസും ലീഗും പിരിയുന്നു എന്നുള്ളതല്ല, കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് അഥവാ കോൺഗ്രസിന്റെ മാർനിൽക്കൽ എന്നുള്ളതാണ്. വിഷയം രാജ്യമാകെ ചർച്ച ചെയ്യുന്ന ഞാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട കേസാണ്. ഇതിനു മുന്ന് ബാബരി മസ്ജിദ് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും തന്നെ കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരിന് എതിരെ കേരളത്തിൽ നിന്നും ഒരു പ്രതിഷേധ സമരത്തിന് തയ്യാറായിരുന്നു. അത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കേരളം വലിയ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിനെ അഥവാ പ്രതിപക്ഷത്തെ തങ്ങളുടെ സമരവുമായി ഐക്യപ്പെടാനായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധവുമായി ഐക്യപ്പെടൂ എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ സർക്കാരിന് അത്ര പ്രതീക്ഷ തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് സർക്കാർ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന് മുൻപേ തന്നെ, അതായത് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി മറ്റൊരു പ്രമുഖ ചാനലിൽ നൽകിയ ഒരു ഇന്റർവ്യൂ ആണ്. അദ്ദേഹം ലീഗ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ലീഗിന്റെ നിലപാട് തന്നെയായിരിക്കും UDFിന്റെ നിലപാട്, അത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ നിലപാട്. വ്യത്യസ്തമായൊരു നിലപാട് ഇവിടെ വരില്ല, ഘടകകക്ഷികൾക്കിടയിൽ വ്യത്യസ്തമായ ഒരു നിലപാട് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. വിഷയം ഇതായിരുന്നു: കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സമരത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആവശ്യം കേരളത്തിൻ്റെത് ആയതുകൊണ്ട്, അതായത് കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള വസ്തുത തങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, തങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിക്കുകയാണെങ്കിൽ തങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ഭരണപക്ഷം പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടും എന്നുള്ളതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വാക്ക്. അക്കാര്യത്തിൽ കോൺഗ്രസിന് പോലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. പക്ഷേ അവിടെയും ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് കോൺഗ്രസ് തന്റെ തനി നിറം കാണിച്ചു എന്ന് വേണം പറയാൻ. കാരണം അത്തരമൊരു ഐക്യപ്പെടലിലൂടെയുള്ള ഒരു സമരത്തിലേക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്ന വിശദീകരണം. മാത്രമല്ല കോൺഗ്രസിന്റെ വിശദീകരണം വന്ന സമയത്ത് അത് ലീഗും കോൺഗ്രസും ഐക്യപ്പെട്ടുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നതിലേക്ക് അപ്പുറം ആദ്യത്തെ ലീഗിന്റെ നേതാവായിരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് കേരള സർക്കാരിന് ഇത്ര കണ്ട് പ്രതീക്ഷ നൽകിയത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ലീഗിന്റെ അഭിപ്രായമായിരിക്കുകയില്ല കോൺഗ്രസിന് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്നും തെളിഞ്ഞതുമാണ്. ഞാൻവാബി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീരാമ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയോധ്യയിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞതാണ്. ഇനി ശ്രീരാമ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപേ തന്നെ കോൺഗ്രസിന്റെ നിലപാട് അപ്പോഴും പൊളിഞ്ഞിട്ടുണ്ട്. അത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഉയർത്തിപ്പിടിച്ച തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ഈ രാമപ്രതിഷ്ഠ എന്ന് പറയുന്നത്. എന്നാൽ BJP പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത്. കാരണം ഈ രാമപ്രതിഷ്ഠയ്ക്ക്, അതായത് ഈ അയോധ്യ ക്ഷേത്രം തുറക്കാനുള്ള അനുമതി നൽകിയത് ഞങ്ങളുടെ രാജീവ് ഗാന്ധി സർക്കാരാണെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ വളരെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കപ്പെട്ടതാണ്. എന്നാൽ അവിടെയും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പ്രകടമായിരുന്നു.
അതായത് പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട്, അതായത് നാലാൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തങ്ങൾ BJPക്ക് എതിരാണ്, തങ്ങൾ സംഘപരിവാർ അജണ്ടയ്ക്ക് എതിരാണ് എന്ന് കോൺഗ്രസ് ഘോരഘോരം പറയുമെങ്കിലും പക്ഷേ തന്റെ പ്രവൃത്തിയിലൂടെ കോൺഗ്രസ് തെളിയിക്കുന്നത് തങ്ങൾക്ക് ഭയമാണ്, തങ്ങൾ ഇപ്പോഴും സംഘപരിവാർ അജണ്ടയെ കൂടെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഞാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു നിലപാട് സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് ഇറങ്ങാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും അത് തന്നെയാണ്. കോൺഗ്രസിന് ഭയമാണ്. കോൺഗ്രസിന് സംഘപരിവാർ അജണ്ടയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ BJP സർക്കാരിനെയോ എതിർക്കാനുള്ള ത്രാണിയില്ല. അത്തരത്തിൽ ഒരു വാക്ക് മറുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സീറ്റ് കുറയുമോ, തങ്ങൾക്കുള്ള വോട്ട് കുറയുമോ എന്നുള്ള ഭയം കോൺഗ്രസിനുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിലും കേന്ദ്രത്തിലെ കോൺഗ്രസ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ സംസാരിക്കും, കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് വ്യത്യസ്തമായിരിക്കും, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്, സാമൂഹിക സാഹചര്യം വേറെയാണെന്നെല്ലാം തന്നെ. പക്ഷേ ഒരു കാര്യത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സെൻസേഷണൽ വിഷയങ്ങൾ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് തന്റെ ഇരട്ടത്താപ്പ് കൃത്യമായി തന്നെ പ്രകടമാക്കാറുണ്ട്. കോൺഗ്രസിന് ഒരു കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാനായിട്ട് സാധിക്കാറില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ BJP ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്, അതായത് കോൺഗ്രസ് പോകില്ല അല്ലെങ്കിൽ പോകുന്നില്ല എന്ന് സോണിയാഗാന്ധി ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ആക്ഷണം നിരസിക്കുന്നില്ല, പോകേണ്ടവർക്ക് പോകാം, പക്ഷെ തങ്ങൾ പോകുന്നില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു സോണിയാഗാന്ധി അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ നിലപാട് സ്വീകരിക്കൽ പോലും ഇരട്ടത്താപ്പാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് BJP ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ആ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണം എന്ന് പറയുന്നത്. ആ ക്ഷണത്തിൽ കോൺഗ്രസ് പോയിരുന്നുവെങ്കിൽ കോൺഗ്രസിന് യാതൊരു കാരണവശാലും മൃദു ഹിന്ദുത്വയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുത്വയ്ക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് ശേഖരണത്തിന് സാധിക്കില്ല. കാരണം രാമക്ഷേത്രം എന്ന് പറയുന്നത് എങ്ങനെയെല്ലാം വളച്ചൊടിച്ചു കഴിഞ്ഞാലും അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം ചടങ്ങാണ് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് അവിടെ പോയിരുന്നുവെങ്കിൽ അത് BJPയുടെ അജണ്ടയെ ശിരസാ വഹിക്കുകയാണ് എന്നുള്ള തോന്നൽ തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല കോൺഗ്രസ് ഇത്രയും നാളും കൊട്ടിഘോഷിച്ചിരുന്ന തങ്ങളുടെ നിലപാടിന് വിരുദ്ധവുമാണത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് പോകാതിരുന്നിരുന്നുവെങ്കിൽ BJP എതിരെ പ്രയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്നത് രാമന് പോലും എതിരാണ്, രാമൻ എന്ന ഉത്തമ പുരുഷനെ പോലും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നായിരിക്കും BJP പറഞ്ഞു വരുത്തുക. അതുകൊണ്ട് ഭയം കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇരട്ട നിലപാട് സ്വീകരിച്ചത്. അതായത് പോയോ എന്ന് ചോദിച്ചാൽ പോയി, പോയില്ലേ എന്ന് ചോദിച്ചാൽ പോയില്ല. അതേ നിലപാട് തന്നെയാണ് ഞാൻവാബി വിഷയത്തിലും. അതായത് രാജ്യത്ത് BJPയുടെ ഈ കടന്നാക്രമണം അഥവാ സംഘപരിവാറിന്റെ ഈ കടന്നാക്രമണം നടത്തുമ്പോഴും കോൺഗ്രസ് മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കിക്കൊണ്ട് വായടച്ചിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ലീഗ് എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു ഘടക കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ അതിന്റെ നീതിക്കായി പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ത് മറുപടിയാണ് ലീഗിന് കൊടുക്കുക എന്നില്ലേ, എന്ത് മറുപടിയാണ് UDFിൽ വയ്ക്കുക എന്നില്ലേ? ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷി എന്നുള്ള നിലയിൽ അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ പിരിമുറുക്കങ്ങളിലേക്കും അത് നയിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇന്ത്യ മുന്നണി പോലും വലിയ രീതിയിൽ BJPക്ക് എതിരെ രാജ്യം ഒന്നിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ കടന്നുവരവ്. ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോലും നിതീഷ് കുമാറും മമതാ ബാനർജി എല്ലാം തന്നെ മാറി നിന്ന് ഇപ്പോൾ അസ്വാരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ പോലും ഇത്ര വലിയ അസ്വാരസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഇതേ സാഹചര്യത്തിലാണ് UDFിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ പോലും തനിച്ചാക്കിക്കൊണ്ട് കോൺഗ്രസ് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, കോൺഗ്രസ് തന്റെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്വയം നിലപാട് മറന്നുകൊണ്ട് പെരുമാറുന്നത്. ഇത് വലിയ തരത്തിൽ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഇത് കോൺഗ്രസിന് ക്ഷീണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് രാഷ്ട്രീയത്തെ തന്നെ, ഒരുപക്ഷെ അത് കേരളത്തിൽ നിന്ന് പോലും വിട്ടുനിന്നുകൊണ്ട് രാജ്യത്തെ പോലും അത് വലിയ രീതിയിൽ കോൺഗ്രസിന്റെ നിലപാടിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ പോലും ബാധിക്കാൻ മാത്രം കെൽപ്പുള്ളതാണ് എന്നുള്ളതാണ് ഈ കോൺഗ്രസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്.